കീബോർഡ് കമ്പ്യൂട്ടറിലെ ഒരു പ്രധാന ഘടകമാണ് കീബോർഡ്. ഇതിൻ്റെ ശരിയായ ഉപയോഗം അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ വളരെ മാജിക്കലായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക ആളുകളും മൗസ് പോയിൻ്ററാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറ്. എന്നാൽ കീബോർഡ് ശരിയായി അറിയുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടർ വളരെ മാജിക്കലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. കീബോർഡിൻ്റെ ലേഔട്ടിനെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ഈ കാണുന്നതാണ് കീബോർഡിൻ്റെ ഒരു ലേഔട്ട്. ഇവിടെ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് നമ്മളുടെ ടൈപ്പിംഗ് കീസ്, ആൽഫാ ന്യൂമറിക് കീസ്. ഇവിടെ ചുവപ്പ് ബട്ടണിലായിട്ട് കാണുന്നത്, ഈ അറ്റത്തായിട്ട് കാണുന്നത് കൺട്രോൾ കീസ്, വിൻഡോ കീസ്, ആൾട്ട് കീസ്. ഇതിനെ നമ്മൾ പച്ച കളറിൽ കാണുന്നതിന് നാവിഗേഷൻ കീസ്, കർസർ മൂവ്മെൻറ്റിന് നടത്താനായിട്ടുള്ള ഉപയോഗിക്കുന്ന കീസാണ്. പിന്നെ മുകളിൽ കാണുന്ന ഇത്രയും 12 കീസിനെ ഫങ്ഷൻ കീസ് എന്ന് പറയാം. 1 മുതൽ 12 വരെയുള്ള ഫങ്ഷൻ കീസ് കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്ത് കാണുന്ന സംഗതിയാണ് ന്യൂമറിക് പാഡ്. ന്യൂമറിക് പാഡിലൂടെയാണ് നമ്മൾ സംഖ്യകൾ ടൈപ്പ് ചെയ്യാനായിട്ട് വളരെ സ്പീഡിൽ ഉപയോഗിക്കുന്നത്. ന്യൂമറിക് പാഡാണ്. ന്യൂമറിക് പാഡിൻ്റെ ഏറ്റവും വലത്തെ അറ്റത്ത് മുകളിലായിട്ട് ഒരു കീ കാണാം, ലോക്ക് എന്ന് പറയാനായിട്ട്. ഈ ബട്ടൺ എപ്പോഴും ഓണായി കിടക്കണം, എന്നാലേ ഇത് നമ്പറായിട്ട് വർക്ക് ചെയ്യൂ. അല്ലെങ്കിൽ അത് അതിൻ്റെ അതേ കീസിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് ഫങ്ഷനുകളാണ് വർക്ക് ചെയ്യുക. ഇവിടെ പ്രിൻ്റ് സ്ക്രീന്, സ്ക്രോൾ ബട്ടൺ, പേജ് പോസ് ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് 3 അഡീഷണൽ കീസ് കാണാൻ പറ്റും. ഇത് ക്യാൻസൽ ബട്ടൺ, എസ്കേപ്പ് ബട്ടൺ. നമ്മൾ പ്രോഗ്രാംസ് എല്ലാം ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം മെനു എല്ലാം ഓൺ ചെയ്യാനായിട്ട് നമുക്ക് കീബോർഡ് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിൻ്റെ മെനു ഓൺ ആക്കാനായിട്ട് ആദ്യം നിങ്ങൾ കീബോർഡിൽ സ്പേസ് ബാർ ആൾട്ട് കീ അടിക്കുക. ഇവിടെ ഞാൻ പെയിൻറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കീബോർഡിൽ ആൾട്ട് കീ അടിക്കുമ്പോൾ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇമേജ് എന്നുള്ള മെനു ഐറ്റംസിൻ്റെ അടിയിൽ ഓരോ അക്ഷരത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ വര തെളിയുന്നതായിട്ട് കാണാം. ഞാൻ ആൾട്ട് അടിച്ചു വിട്ടു, ആൾട്ട് അടിച്ചു, വീണ്ടും ആൾട്ട് അടിച്ചു. ആൾട്ട് അടിക്കുമ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ അടിയിൽ ഓരോ വര തെളിയുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് കീബോർഡിൽ ഇപ്പോൾ വ്യൂ ഇമേജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഐയുടെ അടിയിലാണ് വര, ആ അക്ഷരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു ഓണായി. ഈ മെനുവിൽ ഇനിയും വരുന്ന മെനു ഐറ്റംസിൽ ഇതിൽ ഓരോ ഐറ്റത്തിലും ഒരു അക്ഷരത്തിൻ്റെ അടിയിൽ വീണ്ടും വരയുണ്ട്. അതായത് എഫിൽ, ഇവിടെ എസിൽ, ഇവിടെ ആറിൽ, ഇവിടെ ഐയിൽ, ഇവിടെ എയിൽ, ഇവിടെ സിയിൽ, ഇവിടെ ഡി. ഈ ഉപാധി സെലക്ട് ചെയ്യാനായിട്ട് ആ പ്രത്യേക അക്ഷരം അടിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്ലിയർ ഇമേജ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ സി പ്രസ് ചെയ്യുകയാണ്. സി പ്രസ് ചെയ്തപ്പോൾ ക്ലിയർ ഇമേജ്. ഇതുപോലെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കളറാണ് എടുക്കണമെങ്കിൽ സി പ്രസ് ചെയ്താൽ മതി. എഡിറ്റ് ആണെങ്കിൽ ഇ പ്രസ് ചെയ്താൽ മതി. ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് കളേഴ്സ് വരും. ബേസിക് കളേഴ്സിലേക്ക് പോകാനായിട്ട് ആൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ബി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബേസിക് കളേഴ്സിലേക്ക് പോകാം. കസ്റ്റം കളേഴ്സിലേക്ക് പോകാനായിട്ട് അടിവരെയുള്ള അക്ഷരം ഇവിടെ കാണാൻ പറ്റും. ഈ അടിവരെയുള്ള അക്ഷരം ആൾട്ട് അമർത്തി പിടിച്ചിട്ട് അമർത്തുക. അപ്പോൾ ഞാൻ കസ്റ്റം കളറിലേക്ക് പോകാനായിട്ട് ആൾട്ട് സി പ്രസ് ചെയ്തു. അപ്പോൾ കസ്റ്റം കളറിലേക്ക് അതിൻ്റെ ഒക്കേഷൻ വന്നു. പിന്നെ ഡിഫൈൻ കളേഴ്സിലേക്ക് പോകാനായിട്ട് ആൾട്ട് ഡി. ഇവിടെ ഡി ആണ് അണ്ടർലൈന്. ആൾട്ട് ഡി പ്രസ് ചെയ്യുക. ഡി ആഡ് ടു കസ്റ്റം കളറിൽ എ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾട്ട് എ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കീബോർഡ് ഉപയോഗിച്ചിട്ട് മിക്കവാറും 99% കാര്യങ്ങളും കീബോർഡ് ഉപയോഗിച്ചിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമ്മൾ ഓപ്ഷൻ ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ സംഗതികൾക്കും ഒരു കൺട്രോൾ R, കൺട്രോൾ W, കൺട്രോൾ I അങ്ങനെയുള്ള ഓപ്ഷൻ ബട്ടൺ കാണാൻ പറ്റും. ഇത് നമുക്ക് ആൾട്ട് അമർത്താതെ തന്നെ നേരിട്ട് ഈ കീ കോമ്പിനേഷൻ അറിയുന്ന അവസരത്തിൽ, ഈ കീ കോമ്പിനേഷൻ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ഇത്തരം ഓപ്ഷൻസ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ പെയിൻ്റ് എൻ്റെ ഓപ്ഷനിൽ ന്യൂ എന്നുള്ളതിന് കൺട്രോൾ N പ്രസ് ചെയ്യാണ്. ഓപ്പൺ ചെയ്യാനായിട്ട് കൺട്രോൾ O, സേവ് ചെയ്യാനായിട്ട് കൺട്രോൾ S, പ്രിൻ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ P. ഞാനിവിടെ കൺട്രോൾ അമർത്തി പിടിച്ച് P പ്രസ് ചെയ്തു. ഉടനെ പ്രിൻറ്റിനുള്ള ഓപ്ഷൻ തയ്യാറായിട്ട് വരുന്നു. ഇനി കൺട്രോൾ O പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ എന്ന കമാൻഡാണ് വരുന്നത്. ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പേരറിയുമെന്നുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്യാപ്ചർ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്ചർ 1, 2, 3 സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും. പേരറിയുമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക.
ന്യൂമറിക് കീപാഡിൽ നം ലോക്ക് എന്ന ബട്ടൺ എപ്പോഴും ഓൺ ആയിരിക്കണം. ഇതുമായി ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളുടെ കീബോർഡിന് മുകളിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇത് കത്താത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്പർ ലോക്ക് ഓഫ് ചെയ്ത അവസ്ഥയിൽ ഈ കീബോർഡിൽ നമ്പറുകൾ പ്രവർത്തിക്കുന്നതല്ല. പല ആളുകളും ഈ നമ്പർ ലോക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഈ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് വരെ പറയാറുണ്ട്. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ ലോക്ക് ഓൺ ചെയ്താലാണ് 7 ആയിട്ട് പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിൽ 7 എന്നുള്ള കീ ഹോം കീക്ക് തുല്യമായിട്ടാണ് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ 8ാമത്തെ കീ അപ്പ് ഏരോ ആയിട്ടും 6ാമത്തെ കീ റൈറ്റ് ഏരോ ആയിട്ടും 4ാമത്തെ കീ ഇതിൽ കാണാൻ പറ്റും, ചിഹ്നങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ആയിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ എപ്പോഴും ഈ നം ലോക്ക് എന്നുള്ള സംഗതി ഓണായി എടുക്കണം. അതിനൊരു ഇൻഡിക്കേറ്റർ അവിടെ കാണുന്നുണ്ട്. അത് 2 തവണ അമർത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ചില സമയങ്ങളിൽ സിസ്റ്റം പെട്ടെന്ന് ഹാങ് ആവുക അല്ലെങ്കിൽ വർക്ക് സ്റ്റോപ്പ് ആവുന്ന അവസരത്തിൽ ഈ നമ്പർ ലോക്ക് എന്നുള്ളതാണ്. ആ നമ്പർ ലോക്ക് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം അത് ബ്ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ സിസ്റ്റം ഓൾട്ടായി അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റക്കായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിസ്റ്റം അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് കൂടാതെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇതുപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇതൊരു ഡെസ്ക് ടോപ്പാണ്. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ പ്രിൻ്റ് സ്ക്രീൻ അടിക്കുക. ഞാൻ പ്രിൻ്റ് സ്ക്രീൻ അടിക്കുകയാണ്. പ്രിൻ്റ് സ്ക്രീൻ അടിച്ചു. അതിനുശേഷം മറ്റെവിടെയെങ്കിലും അത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അതൊരു പെയിൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചിത്രം ഇങ്ങോട്ട് വരുന്നു. ഇതിനെ നമുക്ക് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യമുള്ള പോലെ നമുക്ക് റീസൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. റീസൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അതേപടി എടുക്കാനായിട്ടാണ് പ്രിൻ്റ് സ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ സ്ക്രീൻ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിനെ വെച്ചിട്ട് ഒരിക്കൽ കൂടി പ്രിൻ്റ് സ്ക്രീൻ അടിച്ചു. ഇനി പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേസ്റ്റിംഗ് ആണ് വരുന്നത്. ആ സ്ക്രീനിൻ്റെ പേസ്റ്റിംഗ് ആണ് വീണ്ടും വരുന്നത്. നമുക്ക് ഇപ്പോൾ മൊത്തം സ്ക്രീനിൻ്റെ പേസ്റ്റിങ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ സ്ക്രീനും ആ സ്ക്രീനുമായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനാണ് പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ ഉപയോഗിക്കുന്നത്. സ്ക്രോൾ ലോക്ക് അധികം ഉപയോഗത്തിലില്ല. സാധാരണഗതിയിൽ ആളുകൾ അധികം ഉപയോഗിക്കാറില്ല സ്ക്രോൾ ബട്ടൺ. സ്ക്രോൾ എന്നുള്ളത് എക്സൽ പോലുള്ള ചില സോഫ്റ്റ്വെയറുകളിൽ മാത്രം ആണ് അല്പമെങ്കിലും ഉപയോഗിക്കുന്നത്. അതും വളരെ റെയർ ആയിട്ടുള്ള കീസാണ്. അതുപോലെ തന്നെ പോസ് ബ്രേക്ക് എന്നുള്ള കീസും വളരെ കുറഞ്ഞ ഉപയോഗം മാത്രമേ കീബോർഡിലുള്ളൂ. ചില പ്രവർത്തനങ്ങൾ പോസ് ചെയ്യാനായിട്ടും ചില പ്രവർത്തനങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ടും അത് ഉപയോഗിക്കാറുണ്ട്. കീബോർഡിൽ വിൻഡോ കീ അമർത്തി പിടിച്ച് നിങ്ങൾ ബ്രേക്ക് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻസും മറ്റുള്ള കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. ഈ വിൻഡോ കീ അമർത്തി പിടിച്ച് ബ്രേക്ക് ബട്ടൺ അടിക്കുക. പോസ് ബ്രേക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഇൻഫർമേഷൻസ് മൊത്തമായിട്ട് കിട്ടും. ഞാനിവിടെ അടിച്ച് കാണിച്ചു തരാം. ബ്രേക്ക് വിൻഡോ അമർത്തി പിടിച്ച് ബ്രേക്ക് ബട്ടൺ അടിച്ചു. അപ്പോൾ സിസ്റ്റത്തെക്കുറിച്ചിട്ടുള്ള മൊത്തം വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്.